എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ ജ്യോതിഷപരമായിട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിനും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത്. നിങ്ങൾക്കും ആവശ്യമുള്ളത്, എനിക്കും ആവശ്യമുള്ളത്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇതിൽ കണ്ട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയത്തിലേക്ക് വന്നിട്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജ്യോതിഷന്മാരെ സമീപിക്കുക, അല്ലെങ്കിൽ ജ്യോതിഷ പങ്ക്തികൾ കേൾക്കുകയും ജ്യോതിഷത്തിൽ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾ ശരിയായ വിധത്തിലല്ല അത് കേൾക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ശരിയായ വിധത്തിലല്ല നിങ്ങൾക്ക് അത് കാര്യം പറഞ്ഞു തരുന്നത് എങ്കിലും, നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അത് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു സമ്പാദ്യം, ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് സമ്പാദ്യമായി മാറും എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് ഓടിച്ചിട്ട് പറയാൻ പറ്റും, പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് വിശദമായിട്ട് എനിക്ക് ഈ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു രാശിഫലങ്ങൾ, കുറച്ച് പേരുടെ നക്ഷത്ര ഫലങ്ങൾ, കുറച്ച് പേർക്ക് അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും, നക്ഷത്രപരമായിട്ട് കുറച്ച് പേർക്ക് ദോഷം ഉണ്ടാകും എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഈ വീഡിയോ പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം, സർവ്വഭാഗ്യം, ധനയോഗം, തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച എന്ന് വേണ്ട മാനസികമായിട്ടുള്ള ഉല്ലാസം, സന്തോഷം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജാതകം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില, ഇത് നിങ്ങളുടെ എന്താണെന്ന് ചോദിച്ചാൽ റൂട്ട് മാപ്പ് എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ജാതകമാണ് നിങ്ങളുടെ റൂട്ട് മാപ്പ്. ഈ റൂട്ട് മാപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആ റൂട്ട് മാപ്പ് കൃത്യമായിട്ട് നിങ്ങൾ പോകേണ്ട വഴികൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ധനപരമായിട്ടോ ഭാഗ്യപരമായിട്ടോ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരത്തില്ല. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. നിങ്ങളുടെ രാശിപ്രകാരം മാത്രം പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ള ഭാവത്തിലേക്ക് പോയാൽ ഞാൻ പറയുന്നത് എന്താണെന്നും ഇതിൻ്റെ ഒരു ആകത്തുക എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസം വരുന്നതായിരിക്കും. അപ്പം 2-3 വീഡിയോ ഇതിനു മുമ്പായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ രാശിചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇത് മനസ്സിലായി. തിരുമേനി ഇത് പറഞ്ഞതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ജ്യോതിഷം നോക്കാൻ ഇപ്പം മനസ്സിലായി. ഇപ്പം എന്നോട് ഇങ്ങോട്ട് പറയുന്ന ആളുകളുണ്ട്, എൻ്റെ ലഗ്നാധിപൻ ഇന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്, എൻ്റെ ലഗ്നം ഇടയാണ്, വ്യാഴത്തിൻ്റെ സ്ഥിതി അഷ്ടമത്തിലാണ്, അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചിട്ടാണ് ചില ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരുപാട് പേർക്ക് ഇത് മനസ്സിലായി എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കമൻറ്റ് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. ഈ കമൻറ്റിന് മറുപടി കൊടുക്കാനൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് മുന്നോട്ടുള്ള വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രചോദനമാകുന്നത്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിത് പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയാൻ പോകുന്നത്. ഇത് മേടൻ രാശി, ഇടവൻ രാശി, മിഥുനൻ രാശി, കർക്കിടകൻ രാശി, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്ന് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകം എടുത്ത് മുന്നിൽ കൈ വെച്ചുകൊണ്ട് വേണം പ്രധാനമായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണാനായിട്ട്. അപ്പം കിഴക്ക് ദിക്കിൽ ഇങ്ങേ അറ്റം വരുന്നത് മീനവും തുടക്കം മേടവുമാണ്. ഇങ്ങനെ മേടം മുതലുള്ള രാശികളെ നിങ്ങൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ഈ രാശി ചക്രങ്ങളുടെ ഓരോരുത്തരുടെയും അധിപന്മാരാരാണെന്ന് അറിയണം. ഇത് ചൊവ്വ, ഇതും ചൊവ്വ, ഇത് ശുക്രൻ, ഇത് ശുക്രൻ, ഇത് ബുധൻ, ഇതും ബുധൻ, ഇത് വ്യാഴം, ഇത് വ്യാഴം, ഇത് ശനി, ശനി, ചന്ദ്രൻ, രവി, ആദിത്യൻ, സൂര്യൻ. ഇങ്ങനെ 12 വീടുകളും ഈ 2 വീട് വീതം ബുധനുണ്ട്, ശുക്രന് 2 വീട്, ചൊവ്വയ്ക്ക് 2 വീട്, വ്യാഴത്തിന് 2 വീട്, ശനിക്ക് 2 വീടുകൾ. ഇത് രണ്ടുമാണ് ശനിയുടെ വീടുകൾ. അപ്പം കർക്കിടകമാണ് ചന്ദ്രൻ്റെ വീട്, സൂര്യൻ്റെ വീട് ചിങ്ങൻ രാശിയാണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ജ്യോതിഷം പഠിപ്പിക്കുന്ന വീഡിയോ അല്ല, ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് വീഡിയോ ചെയ്തവർക്ക് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കുക. ഇത് ബുധൻ, ഇത് 2 ബുധൻ, അതായത് മിഥുനവും കന്നിയും ബുധൻ്റെ വീട്, ഇടവവും തുലാം ശുക്രൻ്റെ വീട്, മേടം വൃശ്ചികം ചൊവ്വയുടെ വീട്, മീനവും ധനുവും വ്യാഴത്തിൻ്റെ വീട്, കുംഭവും മകരവും ശനിയുടെ വീട്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചേച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങളുടെ ഈ ഗ്രഹസ്ഥിതിയിൽ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കും. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് ആദ്യമായിട്ട് പറയുന്നത്.
ല എന്ന് പറഞ്ഞ അക്ഷരം കാണും, അത് ലഗ്നം എന്ന് മനസ്സിലാക്കുക. ര എന്ന് പറഞ്ഞാൽ രവി എന്ന് മനസ്സിലാക്കുക. ച എന്നാൽ ചന്ദ്രൻ എന്ന് മനസ്സിലാക്കുക. കു എന്ന് പറഞ്ഞാൽ ചൊവ്വ എന്ന് മനസ്സിലാക്കുക. കുജന്റെ ചുരുക്കെഴുത്താണ് കു. ജാതകത്തിൽ നിങ്ങൾക്ക് ഇവിടെ കു എന്ന് പറഞ്ഞ അക്ഷരം കാണും, ഇവിടെ എവിടെയെങ്കിലും കാണും. അപ്പൊ കു എന്നാൽ ചൊവ്വ, ബു എന്നാൽ ബുധൻ, ഗു എന്നാൽ വ്യാഴം. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഗുരുവിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, അതിനെ വ്യാഴം എന്ന് മനസ്സിലാക്കുക. ശുക്രൻ, മാ എന്ന് കണ്ടാൽ ശനി, മാ എന്ന് കണ്ടാൽ മായ്ക്ക് ദീർഘം ഇട്ടാൽ ഗുളികൻ. അത് തെറ്റിദ്ധരിക്കാറുണ്ട് ആളുകൾ, അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് പറയുന്നത്. മാ എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മന്ദൻ, ശനി. മാന്തി എന്ന് എഴുതുന്നതാണ് മന്ദൻ, അതായത് മാന്തി, ഗുളികൻ. സ എന്ന് വെച്ചാൽ രാഹു, ശി എന്ന് വെച്ചാൽ കേതു. ഇത്രയും അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ മനസ്സിലാക്കിയിട്ട് അടുത്തത് കാണുക. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാവും. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഗ്രഹസ്ഥിതിയിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയായിട്ട് നോക്കുക. ഇതിലെവിടെയാണ് ല എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. ഇതിലെവിടെ വേണമെങ്കിലും, ഇപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ ല എന്ന് കരുതുക, ലഗ്നം എന്ന് കരുതുക. ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ വിധത്തിലുള്ള 12 ഭാവങ്ങളെയും ചിന്തിക്കുന്നത്, ജ്യോതിഷപ്രകാരം ചിന്തിക്കുന്നത് ലഗ്നത്തെ കൊണ്ടാണ്. ലഗ്നം എന്നാൽ ദേഹം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം, ഇതെല്ലാം വരുന്ന ഭാവമാണ് ലഗ്നം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ചന്ദ്രൻ എവിടെയാണ് ചുമ്മാ അടുത്ത് അടയാളപ്പെടുത്തുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വരാം. ചന്ദ്രൻ, ഈ 2 ഗ്രഹങ്ങളെയും പ്രധാനമാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ശുക്രനെ ഇതിന്റെ എല്ലാത്തിൻ്റെയും കുറഞ്ഞ ഫലങ്ങളും, അതുകൊണ്ട് നമ്മൾ ചന്ദ്രനെയും ലഗ്നത്തെയും പ്രധാനമാക്കിക്കൊണ്ടാണ് ജ്യോതിഷം പറയുന്നത്. പ്രധാനമായിട്ട് ജ്യോതിഷത്തിലെ ആളുകൾ, ജ്യോതിഷന്മാർ പറയുന്നത് ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഈ ഫലങ്ങളെല്ലാം പറയുന്നത്. ഇപ്പം മേടമാസത്തിലെ വിഷുഫലം, അല്ലെങ്കിൽ മേടത്തിലെ ഫലം, അടുത്ത ഏപ്രിൽ മാസത്തിലെ ഫലം, മെയ് മാസത്തിലെ ഫലം, ഇങ്ങനെ മാസഫലം പറയുന്നത് ചന്ദ്രന്റെ സ്ഥിതിയെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാവരും ഫലം പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലഗ്നം എവിടെയാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് ചിങ്ങലഗ്നമാണ് എഴുതിയിരിക്കുന്നത്. ചിങ്ങലഗ്നം. ഇതും പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിത് പറയാൻ പോകുന്നത്. ചിങ്ങലഗ്നത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ ആലോചിക്കണം. മകവും പൂരവും ഉത്തരത്തിൽ കാലുകാരുമാണ് ഈ നക്ഷത്രത്തിൽ വരുന്നത്. പക്ഷെ ലഗ്നം എന്ന് പറയുന്നത് ആ ലഗ്നഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, നമ്മുടെ കേന്ദ്രസ്ഥാനം. ചിലപ്പോൾ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും, നിങ്ങൾ ലഗ്നം ഇവിടെ ആയിരിക്കും. ലഗ്നം എന്ന് പറഞ്ഞാൽ സൂര്യോദയം, നിങ്ങൾ ജനിച്ചപ്പോൾ സൂര്യൻ ഉദിച്ച രാശി, അതാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഓരോ ഇങ്ങനെ സൂര്യോദയം മാറി 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 വരും എന്നറിയാമല്ലോ. അപ്പം സൂര്യോദയം നടന്ന രാശിയാണ് ലഗ്നമായിട്ട് കൂട്ടുന്നത്. ഇവിടെ നിങ്ങൾ എണ്ണുക, ലഗ്നത്തെ ഒന്നായിട്ട് എണ്ണുക. 1, അടുത്ത തൊട്ട് കോളം ഇങ്ങോട്ട് ക്ലോക്ക് വൈസിൽ എണ്ണുക. 1, 2, 3, 4, 5, 6, 7, 8, 9. ചിങ്ങലഗ്നക്കാർക്ക് 9ാം ഭാവം മേടമാണ്. അപ്പം നിങ്ങളുടെ അവിടുത്തെ അധിപതി ആരാന്ന് നോക്കണം, ചൊവ്വ. അപ്പം നിങ്ങൾ എഴുതി വെക്കണം, നിങ്ങൾ മാത്രം എഴുതി വെക്കുക, ഈ ലഗ്നം വരുന്നവർ മാത്രം എഴുതി വെക്കുക. ചിങ്ങലഗ്നക്കാർ എഴുതി വെക്കുക, എൻ്റെ ലഗ്നം ചിങ്ങമാണെന്നും എൻ്റെ 9ാം ഇടം ചൊവ്വയുടെ വീടായ എൻ്റെ 9ാം ഭാവാധിപൻ ചൊവ്വയാണെന്ന് എഴുതി വെക്കുക. അപ്പം അത് കഴിയും. ചൊവ്വ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ചൊവ്വയുടെ വീടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചൊവ്വ എവിടെ വേണേലും വരാം. ഈ ഗ്രഹങ്ങൾ ഇവിടെയാണെങ്കിൽ ഇവരുടെ സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് ഈ ജാതകപ്രകാരം എവിടെ വേണമെങ്കിലും വരാം. പക്ഷേ ഇതിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ചൊവ്വയുടെ വീട് മാറത്തില്ല, ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. ഇപ്പം നമുക്കറിയാം, ചാരവശാൽ ചൊവ്വ ഇവിടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വയുടെ വീട് ഇവിടെയാണെങ്കിൽ ചന്ദ്രൻ്റെ വീട്ടിലാണ് ആരുള്ളത്, ചൊവ്വയുള്ളത്. സൂര്യൻ ഇവിടെയാണ് ഉള്ളത്, സൂര്യൻ്റെ വീട് ഇതല്ലേ. അപ്പം ഇവിടെയാണ് സൂര്യനുള്ളത്. അപ്പം ഇങ്ങനെ പറയാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. ഇത് പഠിപ്പിക്കുന്ന വീഡിയോ അല്ലാത്തത് കൊണ്ടും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ ലഗ്നക്കാരൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നിങ്ങളുടെ ഈ ജാതകത്തിൽ ലഗ്നം അടയാളപ്പെടുത്തിയിരിക്കുന്നവർ, നിങ്ങൾ ചന്ദ്രൻ എവിടെയാണെന്ന് നോക്കണം. ഇവിടെ ആയിരിക്കും. നിങ്ങൾ എന്ന് വിചാരിക്കും ഇവിടെ 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 എവിടെ ആയിക്കോട്ടെ. ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ഒന്നായിട്ട് കൂട്ടുക. നിങ്ങളുടെ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ ചന്ദ്രനും ഇവിടെ ലഗ്നമുള്ള ആള് ഇവിടെ എന്ത് വിചാരിക്കണം, ചന്ദ്രൻ എൻ്റെ ഇവിടെയാണെങ്കിൽ എൻ്റെ 9ാം ഭാവൻ വ്യാഴം. ഈ ലഗ്നപരമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയാനൊക്കത്തുള്ളൂ. അത് കാരണം നിങ്ങളുടെ ജാതകപ്രകാരം ഈ ലഗ്നം എവിടെ വേണമെങ്കിലും വരാം.
പക്ഷേ അശ്വതി ഭരണി കാർത്തികകാലുകാരനാണെങ്കിൽ ചന്ദ്രൻ ഇവിടെ വരത്തുള്ളൂ, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് എല്ലാ ജ്യോതിഷന്മാരും ചന്ദ്രഫലം പറയുന്നത്. അതാണ് നക്ഷത്രഫലം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ചന്ദ്രഫലം മാത്രമല്ല, ലഗ്നഫലവും കൂടെ ചേർത്താണ് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് പല ജ്യോതിഷ വീഡിയോസ് കേട്ടാലും നിങ്ങൾക്ക് ഗുണം പറയുന്നുണ്ടെങ്കിൽ ഗുണം വരുന്നില്ല, ദോഷം മാത്രം പറയുന്നവർക്ക് ചിലപ്പോൾ ദോഷം വരുത്തില്ല. അപ്പം ഫലം എന്തുകൊണ്ടാണ് ഫലിക്കാത്തത് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലഗ്നത്തെ കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ജാതക ഫലം പറയാൻ. മറ്റേത് പൊതുഫലമാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾ ഓരോരുത്തരും പറയുന്നത് പൊതുഫലമാണ്. ഞാൻ പൊതുവെ പൊതുഫല വീഡിയോസ് ചെയ്യാറില്ല. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജാതകത്തിലെ ലഗ്നത്തിൻ്റെ സ്ഥിതി, വ്യാഴത്തിൻ്റെ സ്ഥിതി, ഇത് രണ്ട് സ്ഥിതികളും നമ്മൾ അറിഞ്ഞു വെച്ചതിന് ശേഷം മാത്രമേ മറ്റേത് നോക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ആകെപ്പാടെ കുഴഞ്ഞു പോകും. നിങ്ങളിപ്പം ഒരാളുടെ വീഡിയോ എടുക്കുമ്പോൾ പൂരാട നക്ഷത്രക്കാരന് ഈ വർഷം മുഴുവൻ ദോഷമാണ്, നിങ്ങൾ ആകെപ്പാടെ മാനസികമായി തകർന്ന്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങളുടെ ചിന്ത, ഓ എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമാകുമെന്ന് മറ്റേ ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ട്, അത് നല്ല വ്യൂസ് ഉള്ള ആളാണ്. അപ്പം വേറൊരു വ്യക്തിയെ കുറ്റം പറയുകയല്ല, നിങ്ങൾക്ക് മാനസികമായി തകരുകയും നിങ്ങൾക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയും ചെയ്യുമ്പോൾ വീണ്ടും പറഞ്ഞ കറക്റ്റായി, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ഈ ലഗ്നക്കാരന്. ഇനി അടുത്തതായിട്ട് നമ്മൾ ലഗ്നത്തിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പം നിങ്ങൾ ഓരോരുത്തരുടെയും ലഗ്നം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി മാറ്റി നിങ്ങൾക്ക് തന്നെ ഇനിയിപ്പോൾ ഒറ്റ ആളിനെ കുറിച്ചതോടുകൂടി ഈ 12 രാശിക്കാർക്കും നിങ്ങളുടെ 9ാം ഭാവാധിപൻ ആരാണെന്ന് കണ്ടെത്താൻ പറ്റും. 9 ഭാഗ്യാധിപനാണ്. ജാതകത്തിൽ ആരാണ് ഭാഗ്യാധിപൻ? ഈ ലഗ്നക്കാരനും ഭാഗ്യാധിപൻ ചൊവ്വയും വ്യാഴവുമാകുന്നു. അപ്പം അത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ? പ്രധാനമായിട്ട് നിങ്ങൾ അടുത്ത കാര്യമായിട്ട് ചിന്തിക്കുന്നത് 9ാം ഭാവത്തെക്കൊണ്ട് മാത്രമാണ് പറയുന്നത്. ധനത്തിൻ്റെ അധിപൻ 2ാം ഭാവാധിപനാണ്. അപ്പം ഈ ലഗ്നക്കാരന് ധനാധിപൻ ആരാ? ബുധനാണ്. ഇയാൾക്കാരാ? ശുക്രനാണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത് സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ 2ാം ഭാവാധിപൻ ബുധൻ, ഇത് ബുധൻ്റെ വീടാണെന്ന് മനസ്സിലായല്ലോ, നിങ്ങളുടെ ശുക്രൻ്റെ. അപ്പം ഈ ചന്ദ്ര മേടം അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് ആരാണ് ധനാധിപൻ? ശുക്രൻ. ഒരിക്കലും മാറുന്നില്ല. നിങ്ങളുടെ ഭാഗ്യാധിപൻ ആരാണ്? വ്യാഴം. ഒരിക്കലും മാറാത്തൊരു കാര്യമാണ്. അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് ആരാണ് ഭാഗ്യാധിപൻ? വ്യാഴം. ധനാധിപൻ ആരാ? ശുക്രൻ. അപ്പം ശുക്രനും വ്യാഴം എന്ന് അറിഞ്ഞിരുന്നാൽ പോരാല്ലോ. ശുക്രൻ ആരാന്ന് വരുമ്പോഴത്തേക്കിന് പരിഹാരം അങ്ങോട്ട് പോകണം. നമുക്ക് ധനപുരോഗതി ഉണ്ടാകാൻ എന്ത് വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ ലഗ്നക്കാരൻ്റെ ഫലവും ചന്ദ്രൻ്റെ ഫലവും കൂടെ അങ്ങോട്ട് പറയാൻ പോവുകയാണ്. ഈ ചിങ്ങലഗ്നക്കാരൻ 9ാം ഭാവാധിപൻ ചൊവ്വയായതുകൊണ്ട് നിങ്ങൾ ഇത് ഓജരാശി എന്ന് പറയും, പുരുഷരാശി. സുബ്രഹ്മണ്യനാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ദേവത. സുബ്രഹ്മണ്യന് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സ് കണക്കൂട്ടി നാരങ്ങാമാല ചാർത്തുക, പഞ്ചാമൃതം നിവേദ്യം നടത്തുക, പാലഭിഷേകം നടത്തുക, നെയ്വിളക്ക് കത്തിക്കുക, അതുപോലെ തന്നെ അർച്ചന പുഷ്പാഞ്ജലി വഴിപാട് എന്ത് ചെയ്താലും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കും. ആർക്ക്? ഈ ലഗ്നക്കാരൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം വർദ്ധിക്കുകയും നമുക്ക് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മേടക്കൂറുകാരായിട്ടുള്ളവർ നിങ്ങളുടെ ഭാഗ്യാധിപൻ ധനാധിപനും ഒരിക്കലും മാറ്റം വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഭാഗ്യാധിപൻ വ്യാഴവും മേടക്കൂറുകാർക്ക്, ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ വീണ്ടും പറയുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞേക്കാം. അശ്വതി ഭരണി കാർത്തികകാലുകാരായിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് എപ്പോഴും ഭാഗ്യാധിപൻ വ്യാഴവും ധനത്തിൻ്റെ അധിപൻ ശുക്രനുമായിരിക്കും. അപ്പം വ്യാഴത്തിൻ്റെ ബലം നമുക്ക് വർദ്ധിക്കാൻ സ്വക്ഷേത്രം മൂലക്ഷേത്രം ആയതുകൊണ്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പ്രധാനമായിട്ട് ഭഗവാൻ ഇഷ്ടം തുളസിമാല ചാർത്തുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഭഗവാന് പാലഭിഷേകം, പശുവിൻ പാല് കൊണ്ട് അഭിഷേകം ചെയ്യുന്നവർ, അത് ഭഗവാൻ വളരെ ഇഷ്ടമാണ്. പാല് കൊണ്ട് പാൽപ്പായസ നിവേദ്യം നടത്തിയാൽ ഭഗവാൻ വലിയ ഇഷ്ടമാണ്. നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. ഭാഗ്യസൂക്ത മന്ത്രം, പുരുഷസൂക്ത മന്ത്രം, ശ്രീ സൂക്ത മന്ത്രം വഴിപാട് നടത്തുന്നത് വ്യാഴത്തിൻ്റെ ദോഷപരിഹാരങ്ങൾ മാറുന്നതിനും മഹാവിഷ്ണുവിൻ്റെ ഗുണമുണ്ടാകുന്നതിനും നിങ്ങളുടെ ഭാഗ്യം അശ്വതി ഭരണി കാർത്തികകാലുകാരുടെ ഭാഗ്യം വർദ്ധിക്കുന്നതിനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ വഴിപാടാണ്. വൈഷ്ണവപരമായിട്ടുള്ള ഏത് കർമ്മം ചെയ്യുന്നതും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു മാർഗമാണ്. ശുക്രൻ 2ാം ഭാവാധിപൻ ധനാധിപൻ ശുക്രനായതുകൊണ്ട് ധനപുരോഗതി ഉണ്ടാകാൻ
ലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക, ലക്ഷ്മി സൂക്ത മന്ത്രാർച്ചന നടത്തുക, ലക്ഷ്മി ഗായത്രി മന്ത്രമുണ്ട്. ഓം ശ്രീ മഹാദേവിയെ ച വിദ്മഹേ വിഷ്ണുപത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ഇത് ജപിക്കുക. വ്യാഴത്തിൻ്റെ സ്തോത്രമുണ്ട്. ഓം ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തന്നമാമി ബൃഹസ്പതിം എന്ന് ജപിക്കുക. വേറെ ഒരു കാര്യവും ചെയ്യണമെന്ന് ഇല്ല. വേറെ എന്തെങ്കിലും വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇത് ആദ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ധനപുരോഗതിയും ഭാഗ്യവും ഉണ്ടാവണമെങ്കിൽ മേടക്കൂറുകാർ ഈ പറഞ്ഞ വഴിപാട് ചെയ്യുക. ഈ ലഗ്നക്കാരൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്തതായിട്ട് കന്നി ലഗ്നമാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അവർ പറഞ്ഞു അവരുടെ കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് വരും. അപ്പം നിങ്ങളുടെ ഭാഗ്യാധിപൻ ആരാണെന്ന് നിങ്ങൾ തന്നെ നോക്കി എണ്ണിക്കുക. ആദ്യം ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9. നിങ്ങളുടെ ലഗ്നം കന്നി ലഗ്നക്കാർക്ക് ഭാഗ്യാധിപൻ ശുക്രനാണ്. ഇനി നിങ്ങൾക്ക് ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പം കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര ഇവർക്ക് ചന്ദ്രന്റെ 9ാം ഭാവം ഏതാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9 ശനിയായി. ഇത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കേട്ട് ഇതുപോലെ ചെയ്തു നോക്കിക്കോ. ഉറപ്പായിട്ടും നിങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ നിർത്തിയേക്കാം. കാർത്തിക മുക്കാല് രോഹിണി മകേരത്തരക്കാർക്ക് 9ാം ഭാവാധിപൻ ശനിയും 2ാം ഭാവാധിപൻ ബുധനുമാകുന്നു. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം 9ാം ഭാവാധിപൻ ശനിയാകുമ്പം ഇത് സൂര്യൻ്റെ മൂലക്ഷേത്രമാണ്, ശനിയുടെ മൂലക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി ഭജനമാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഹനുമാനെ പ്രീതിപ്പെടുത്തുക, ഹനുമാന് വെറ്റിലമാല ചാർത്തുക, ഹനുമാന് നെയ്വിളക്ക് കത്തിക്കുക, അതുപോലെ തന്നെ ഉഴുന്നുകൊണ്ടുള്ള പലഹാരങ്ങൾ നിവേദ്യം നടത്തുക, അതുപോലെ തന്നെ വെണ്ണ നിവേദ്യം കുങ്കുമ അർച്ചന ചെയ്യുക എന്നുള്ളതാണ് ഇടവം രാശിക്കാരായിട്ടുള്ളവർ ചെയ്യേണ്ടത്. ഹനുമാനും ദുർഗാദേവിക്കും വഴിപാടുകൾ ചെയ്യണം. ദുർഗാദേവി, പിന്നെ ചന്ദ്രൻ്റെ സ്തോത്രം ജപിക്കുക. അപ്പോൾ ഇടവൻ രാശിക്കാർ ചെയ്യേണ്ട വഴിപാട് എന്തൊക്കെയാ? ശനിയുടെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഭാഗ്യവർദ്ധനവിന് വേണ്ടി ചെയ്യേണ്ടത്. ഹനുമാൻ ഗായത്രി മന്ത്രമുണ്ട്. ഓം ആഞ്ജനേയായ യുദ്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമാൻ പ്രചോദയാത് എന്ന് പറയുന്ന ആ മന്ത്രം ജപിക്കുക. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. നീലാഞ്ജന വിളക്ക്, എള്ളുവായസം പോലുള്ള വഴിപാടുകൾ നടത്തിയാലും ദോഷമില്ല. ഇത് ശനി വരുന്നവർക്കുള്ളതാണെങ്കിൽ പോലും നിങ്ങൾ ആ വഴിപാട് ചെയ്താലും കുഴപ്പമില്ല. ഓം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന് പറയുന്ന ആ ശനീശ്വര സ്തോത്രം കൂടെ ജപിക്കാമെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യക്കുറി അടിക്കുക എന്നുള്ളതല്ല. ഭാഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ എനിക്കൊരു ഭാഗ്യമുള്ളവനാണ് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നിയാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തവനാണെന്ന് തോന്നിയാലോ നിങ്ങൾക്ക് എല്ലാം പ്രശ്നമാണ്. അപ്പം ഭാഗ്യം എന്ന് പറഞ്ഞാൽ ദൈവാധീനം എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഒരിക്കലും അത് തെറ്റിപ്പോകരുത്. ഭാഗ്യക്കുറി അടിക്കാൻ വേണ്ടിയിട്ടാണ് തിരുമേനി അത് പറഞ്ഞത്. അങ്ങനെ ജ്യോത്സ്യന്മാർ ഒരുപാട് പേര് പറയുന്നുണ്ട് ഭാഗ്യക്കുറി അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാട്. എന്തിനാ ഭാഗ്യക്കുറി അടിക്കുന്ന? പഴയ ആളുകളുടെ ധനം നമ്മൾ ഒറ്റയടിക്ക് മേടിച്ചെടുക്കുകയാണ് ഒരു ഭാഗ്യക്കുറിയിലൂടെ. അങ്ങനെ വന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സർവ്വ ഐശ്വര്യം ഉണ്ടാകുക. ധനമുള്ളത് ഒരുത്തന് ധനമുണ്ടെങ്കിലോ ഗൃഹമുണ്ടെങ്കിലോ ഭാര്യയുണ്ടെങ്കിലോ സന്താനങ്ങളുണ്ടെങ്കിലോ ബന്ധുജനങ്ങളുണ്ടെങ്കിലോ ആരുണ്ടെങ്കിലും അവന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ അവൻ്റെ ചിന്ത നേർവഴിക്ക് പോയെങ്കിൽ മാത്രമേ ഉണ്ടാകൂ. അതുപോലെ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സന്തോഷം എന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തുള്ളൂ എന്ന് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. രാജാവായിരുന്നിട്ട് കൂടിയും എനിക്ക് സന്തോഷം ഉണ്ടായില്ല, ഞാൻ അതുകൊണ്ടാണ് അത് ത്യജിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശ്രീബുദ്ധൻ പറഞ്ഞുകൊണ്ടല്ല, ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ചിന്ത എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ സന്തോഷം തരുന്നത്. ചിലപ്പോൾ ചിലർ പറയും യാത്ര പോയാൽ മതി. വെറുതെ തലച്ചോറ് നമ്മുടെ കൂടെ വരുമല്ലയോ. നമ്മളപ്പം വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കും, നമ്മുടെ ഓഫീസിലെ കാര്യം ചിന്തിക്കും, വേറെ എന്തെങ്കിലും കടം കൊടുക്കാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. നമ്മൾ നിൽക്കുന്ന കാശ്മീരിലായിരിക്കും. യാതൊരു പ്രയോജനവുമില്ല. മഞ്ഞുമല കണ്ടാൽ നമുക്കൊന്നും തോന്നത്തുമില്ല. പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ അത് ഗുണകരമായിട്ട് വരും. അടുത്തതായിട്ട് കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര വരുന്ന ഇടവക്കൂറുകാരുടെ ജനാധിപനാരായി ബുധൻ നിൽക്കുന്ന എവിടാ? ഓജം യുഗ്മം ഓജരാശിയിൽ. ബുധൻ ഓജരാശിയിൽ വന്നു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് മഞ്ഞപ്പട്ട്, കദളിപ്പഴം,
വെണ്ണ നിവേദ്യം, പാൽപ്പായസം, അതുപോലുള്ള വഴിപാടുകൾ നടത്തുക, പാൽ അഭിഷേകം ചെയ്യിക്കുക, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം നടത്തുക, ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുകയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ മന്ത്രങ്ങളുണ്ട്, ഗായത്രി മന്ത്രങ്ങളുണ്ട്. അപ്പം ആ മന്ത്രങ്ങൾ നമ്മൾ അമ്പലങ്ങളിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം ഉത്തമമായിരിക്കും. ബുധൻ്റെ സ്തോത്രം ഈ ഇടവക്കുറുകാരുടെ കാര്യമാണേ പറയാം. നിങ്ങളുടെ രണ്ടാം ഭാവാധിപൻ ധനത്തിൻ്റെ അധിപനായിട്ടുള്ള ഇത് ബുധൻ്റെ മന്ത്രം ജപിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, 9ാം ഭാവാധിപനും ഇടവക്കാരനും. അടുത്ത നിങ്ങളുടെ ലഗ്നം ചിലപ്പോൾ ഇതായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ഭാഗ്യാധിപൻ ആരാണ്? പെട്ടെന്ന് തന്നെ ഞാൻ ഒറ്റയടിക്ക് പോകാം. 9 ബുധൻ. നിങ്ങൾ എണ്ണിക്കൊള്ളുക. തുലാ കൂറുകാരല്ല, തുലാ ലഗ്നക്കാർ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചന്ദ്രൻ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്, അല്ലെ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. നിങ്ങളുടെ ലഗ്നം ല എന്നെഴുതിയ അക്ഷരം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എണ്ണിക്കൊള്ളുക. 1 2 3 4 5 6 7 8 9. നിങ്ങളുടെ ഭാഗ്യാധിപൻ ബുധനായി. ഇടവൻ രാശിക്ക് ധനാധിപനായവരെ നിങ്ങൾക്ക് ഭാഗ്യാധിപനായി. അപ്പം നേരത്തെ ധനത്തിന് പറഞ്ഞിരിക്കുന്ന വഴിപാട് ബുധൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നേരത്തെ ശ്രീകൃഷ്ണന് പറഞ്ഞിട്ടുള്ള വഴിപാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്, ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള വഴിപാടുകളുണ്ട്. അത് എന്ത് നടത്തുന്നോ അത് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഭാഗ്യം വർദ്ധിക്കാൻ ഈ ലഗ്നക്കാർക്ക്. നിങ്ങൾക്ക് ധനാധിപനും ഇങ്ങനെയുണ്ട്. അടുത്തതായിട്ട് ചന്ദ്രനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ 9ാം ഭാവാധിപൻ ഇവിടെ വന്നു ബുധൻ. ചന്ദ്രൻ നിങ്ങൾക്ക് എവിടെയാണോ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഈ ഗ്രഹത്തെ നിങ്ങൾ കണ്ടുപിടിക്കാൻ, അതായത് ഈ ലഗ്നക്കാർക്ക്. അത് ഇതിൻ്റെ ഫലം നമ്മൾ പറയാം. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കത്തില്ല. നിങ്ങളുടെ ചന്ദ്രൻ എവിടെയാണോ നിൽക്കുന്നത് അത് വെച്ച് നിങ്ങൾ 9ാം ഭാവവും 2ാം ഭാവവും കണക്ക് കൂട്ടിക്കണം. ഇപ്പം നിങ്ങളുടെ ഈ 2ാം ഭാവമാണ് നിങ്ങളുടെ ചൊവ്വ. ചൊവ്വ ഇവിടെ നിൽക്കുന്നവർക്ക് നേരത്തെ ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഉത്തമമായിരിക്കും. ചൊവ്വയുടെ വഴിപാട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ തന്നെ പറയാം. ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ 9ാം ഭാവം ബുധനാണെന്നും നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് കരുതിയാൽ മതി. ഇതായിരിക്കത്തില്ല. ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്ത 9ാം ഭാവം ഇത് എണ്ണിക്കുക. 1 2 3 4 5 6 7 8 9 ശനിയായി. അപ്പോൾ മിഥുന കൂറുകാരായിട്ടുള്ളവരും മനസ്സിലാക്കുക, നിങ്ങൾ എന്തൊക്കെയാണ് മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലുകാർക്ക് നിങ്ങളുടെ ഭാഗ്യാധിപൻ ചന്ദ്രാൽ ഭാഗ്യാധിപൻ ആരാണ്? ഒരിക്കലും മാറാത്ത ഗ്രഹം ശനി. ശനി ചിലപ്പം ഇവിടെ ആയിരിക്കും, ഇപ്പം നിൽക്കുന്ന ഇവിടെയാണ്. പക്ഷെ നിങ്ങളുടെ അധിപൻ ശനിയാണെന്നാണ് പറയുന്നത്. ശനി വന്നാൽ അയ്യപ്പൻ, ശാസ്താവ്, ഹനുമാനല്ല, ഹനുമാൻ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അയ്യപ്പനും ശാസ്താവും പ്രധാനമായിട്ട്. ശാസ്താവിന് എന്ത് വഴിപാടാണ് നടത്തുന്നത്? കരിക്ക് കൊണ്ട് അഭിഷേകം നടത്തുക, നല്ലെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുക, നെയ്യഭിഷേകം നടത്തുക അയ്യപ്പന്. ശാസ്താവിനല്ല, അയ്യപ്പന്. അയ്യപ്പൻ വേറെ ശാസ്താവ് വേറെ എന്നുള്ള കാര്യവും പലർക്കും അറിയത്തില്ല. അപ്പോൾ നീലാഞ്ജന വിളക്ക് നടത്തുക, എള്ളും ചോറും ശർക്കരയും ചേർത്ത് നിവേദ്യം കൊടുക്കണം എന്നാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഗ്രന്ഥം നോക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് നോക്കാത്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മിഥുനക്കൂറുകാരായിട്ടുള്ളവർ ഭാഗ്യം വർദ്ധിക്കാൻ നിങ്ങൾ ശാസ്താപ്രീതി വരുത്തുകയും അയ്യപ്പന് വഴിപാടുകൾ നടത്തുകയും മഹാലക്ഷ്മിക്കല്ല ശിവന് വഴിപാടുകൾ നടത്തുകയും രുദ്രസൂക്ത മന്ത്രാർച്ചന, രുദ്രധാര, അതുപോലെ തന്നെ ശിവന് കൂവളത്തിൻ്റെ ഇല, ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തിയാൽ മിഥുനക്കൂറുകാരായിട്ടുള്ളവർക്ക് ശനിയാണ് ഭാഗ്യാധിപൻ. ഒരിക്കലും മാറത്തില്ല നിങ്ങൾക്ക്. ഇത് ഒരു ജ്യോതിഷത്തിൻ്റെ ഏത് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഈ കാര്യം പറഞ്ഞിരുന്ന ഒരു വീഡിയോ പോലും ഇല്ല എന്നുള്ളത് കാണാൻ പറ്റും. ഞാൻ നോക്കിയിട്ടില്ല, കാണത്തില്ല. അപ്പം മിഥുന കൂറുകാരായിട്ടുള്ളവർക്ക് കൂറാന്ന് മനസ്സിലാക്കിക്കോണം. ചന്ദ്രൻ ഇവിടെ വരുന്നവർ, ഇവിടെ ചന്ദ്രൻ വരുന്നവർക്ക് ഒരിക്കലും ശനിക്ക് വഴിപാടുകൾ നടത്തിയാൽ 2ാം ഭാവാധിപൻ ആരാണ്? ഈ രാശിയുടെ അധിപൻ ചന്ദ്രൻ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ചന്ദ്രാൽ 2ാം ഭാവാധിപൻ കർക്കിടകൻ രാശി, അത് ചന്ദ്രനാണ്. അപ്പം ദുർഗാദേവിക്കും ശിവഭഗവാനും വഴിപാട് നടത്തിയാൽ ധനപരമായിട്ട് നിങ്ങളുടെ ലഗ്നം ചിലപ്പോൾ ഇവിടെയാണെന്ന് വിചാരിച്ചു. നിങ്ങളുടെ 2ാം ഭാവതി ചൊവ്വയാണ്. ഓജം യുഗ്മരാശിയാണ്. അപ്പം ഈ ഇവിടെ ലാ വരുന്ന ആളുകൾ ധനപുരോഗതിക്ക് വേണ്ടിയിട്ട് ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി സമർപ്പിച്ച് കടുംപായസം നിവേദിച്ചാൽ, എന്ന് വെച്ചാൽ കടുംപായസം വെച്ചാൽ ഇരട്ടി
പായസം, ശർക്കരത്തിന് നല്ല പോലെ ഇത് കദളിപ്പഴം, അതുപോലെ തന്നെ ഏലക്ക, ഒരുപാട് ഇത് ചേർക്കുന്നത്. നമ്മൾ അമ്പലങ്ങളിൽ ഇപ്പം കൊടുക്കുന്ന കടുംപായസം എന്ന് പറയാനൊക്കത്തില്ല. കടുംപായസം കടുംപായസം ആയിരിക്കും. ശർക്കര മാത്രം പോരാ, നെയ്യ് വേണം, അതുപോലെ തന്നെ കദളിപ്പഴം ഉടച്ച് ചേർക്കണം, പയറുപരിപ്പ് ഇടണം, എള്ളല്ല ഏലക്ക സമർപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ലഗ്നം വരുന്നവർക്ക് ധനപുരോഗതി ഉണ്ടാകുന്നതിന് വളരെയധികം പ്രയോജനകരമാകും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതായിട്ട് ലഗ്നം ഇവിടെ വരുന്നവർ, നിങ്ങളുടെ ഭാഗ്യാധിപൻ ആരാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9 ചന്ദ്രൻ. ഈ ലഗ്നം വരുന്നതും ചന്ദ്രൻ വരുന്നതും മാറിപ്പോയാൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലഗ്നം വരുന്നവർക്ക് ചന്ദ്രനാണ് ഭാഗ്യാധിപതി. അപ്പം നിങ്ങൾക്ക് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ചന്ദ്രൻ കൂറുകാരുടെ ഫലം പറയുന്നു. അടുത്തതായിട്ട് പുണർദത്തിൽക്കാരും പൂയോ ആയില്യം വരുന്നവരാണ് ഇവിടെ ചന്ദ്രൻ വരുന്നവർ. നിങ്ങളുടെ ചന്ദ്രാലുള്ള ഭാഗ്യാധിപതി നേരെ വ്യാഴത്തിലേക്ക് വന്നു. അപ്പം വ്യാഴം ഇത് സ്ത്രീ രാശിയാണ്, അതായത് യുഗ്മരാശി എന്ന് പറയും. യുഗ്മരാശിയിൽ നമ്മൾ ചന്ദ്രൻ വരുമ്പം ഭാഗ്യാധിപതി വ്യാഴമാണെങ്കിലും വിഷ്ണുവിൻ്റെ പത്നിമാരായിട്ടുള്ള ദേവതകൾക്കാണ് വഴിപാടുകൾ നടത്തുന്നത്. പത്നിമാരായിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ പല രൂപത്തിലോട്ട് മാറുമ്പോഴത്തേക്കിന് കണ്ണന് രാധയെയും അതുപോലെ തന്നെ യശോദയും, യശോദ അല്ലല്ലോ, കണ്ണന് രാധയായിട്ട് വരുന്നത് പോലെയും, അതുപോലെ തന്നെ വിഷ്ണുവിന് ലക്ഷ്മിയായിട്ട് വരുന്ന പോലെയും, സീതയ്ക്ക് രാമന് സീതയായിട്ട് വരുന്നത് പോലെയും, അങ്ങനെ നരസിംഹമൂർത്തിക്ക് മാറി വരുന്നത് പോലെ, അതുപോലെ തന്നെ വരാഹമൂർത്തിക്ക് വരാഹി ദേവിയായിട്ട് മാറുന്ന പോലെ, ഇങ്ങനെ പര്യായ പദങ്ങൾ മാറുമ്പോൾ ദേവതാരൂപങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു പത്നിമാരായിട്ടുള്ള ദേവതകളായിട്ടുള്ളവർക്ക് വരാഹി ദേവിക്ക് പൂജകൾ ചെയ്ത ഫലമായിരിക്കും. അടുത്തതായിട്ട് ഈ കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. പുണർദത്തിൽക്കാർ പോയി ആയില്യം കർക്കിടക കൂറുകാർക്ക് വരാഹി ദേവി, മഹാലക്ഷ്മി, അതുപോലെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ശ്രീ സൂക്ത മന്ത്ര അർച്ചനയൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും ചന്ദ്രാല്. അതായത് നിങ്ങളുടെ ഈ ലഗ്നക്കാരന് നിങ്ങൾക്ക് ഇതാണ് ഭാഗ്യസ്ഥാനം, കർക്കിടകം. അപ്പം ഈ ലഗ്നക്കാരെന്ത് ചെയ്യണം? ലഗ്നം എന്നുള്ളത് നമുക്ക് മാറി മാറി വരും. അത് നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് മാത്രമേ അറിയാനൊക്കത്തുള്ളൂ. ചന്ദ്രൻ്റെ ഫലമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കർക്കിടകക്കാർ ചെയ്യേണ്ടത് അയ്യപ്പനും മഹാലക്ഷ്മിക്കുമാണ് നിങ്ങൾ വഴിപാടുകൾ ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ നമുക്ക് ചെയ്യേണ്ട വഴിപാടുകൾ ലഗ്നാല് ഭാഗ്യം 9ാം ഭാവം ചന്ദ്രൻ്റെ ഈ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഈ ലഗ്നക്കാർക്ക് 9ാം ഭാവം ചന്ദ്രനാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ദുർഗാദേവിക്ക് വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തി, നെയ്വിളക്ക് നടത്തി, വെള്ളപ്പട്ട് സമർപ്പിച്ച് പാൽപ്പായസം സമർപ്പിച്ച് കഴിഞ്ഞാൽ ദുർഗാദേവി ക്ഷേത്ര ദർശനം, കൂടാതെ മാതൃകുടുംബ ദേവതാ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഈ ലഗ്നക്കാർക്കും വളരെയധികം ഭാഗ്യാധിപൻ വർദ്ധിക്കുന്നതിന് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പം നമ്മൾ ഈ ചന്ദ്രൻ്റെ ഫലം നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യാധിപൻ കർക്കിടക കൂറുകാർക്ക് വ്യാഴമായിരിക്കും. ലഗ്നം വരുമ്പോൾ നിങ്ങളുടെ ഭാഗ്യാധിപൻ ഇതായിരിക്കും. ഇനി ധനസ്ഥാനാധിപൻ ആരാണെങ്കിൽ ഈ ലഗ്നക്കാർക്ക് വ്യാഴമായിരിക്കും. വ്യാഴം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ ലഗ്നക്കാർക്ക് എപ്പോഴും വ്യാഴം വിഷ്ണുവായിരിക്കും. വൈഷ്ണവ പ്രീതികരമായിട്ടുള്ള വിഷ്ണു ക്ഷേത്ര വഴിപാടുകൾ, നേരത്തെ പറഞ്ഞിട്ടുള്ള വഴിപാട് എന്താണോ ആ വഴിപാടുകൾ ചെയ്യുക. ശ്രീരാമ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു വഴിപാടുകളൊക്കെ എന്ത് ചെയ്യുന്നോ അതെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കുമെന്നും, അതുപോലെ തന്നെ കൽക്കണ്ടം ചേർത്തുള്ള വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നും ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ, ഇത് നിങ്ങളുടെ ധനാധിപനും ഇത് നിങ്ങളുടെ ഭാഗ്യാധിപനുമാണ്. ചന്ദ്രപ്രകാരം നിങ്ങൾക്ക് 2ാം ഭാവാധിപതി രവിയാണ്, സൂര്യനാണ്. ഈ രാശിയിൽ സൂര്യൻ വരുന്നവർ, ഈ രാശി കർക്കിടക കൂറുകാർക്ക് ധനപുരോഗതി ഉണ്ടാകുന്നതിന് ശിവഭഗവാന് വഴിപാടുകൾ ചെയ്യുക. കൂളത്തിൻ്റെ മാല ചാർത്തുക, ജലധാര നടത്തുക, രുദ്രസൂക്തം, അഘോര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ മന്ത്ര അർച്ചന, ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് പോലും പുണ്യമായിരിക്കും. അല്ലെങ്കിൽ ശിവഭഗവാനെ ഓർക്കുന്നത് പോലും. നമ്മൾ ഈ ക്ഷേത്രങ്ങളെന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ ക്ഷേത്രങ്ങളിലാണല്ലോ വഴിപാടുകളും പൂജകളും ഒക്കെ ഉള്ളത്. അപ്പോൾ ക്ഷേത്രത്തിൽ മാത്രമാണ് ദൈവം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയാലേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടൂ എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ മൂഢത്വം എന്ന് പറയുന്നത്. ശിവഭഗവാന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു പുഷ്പാഞ്ജലി കഴിക്കണമെങ്കിൽ നമുക്കറിയത്തില്ല മന്ത്രം, ഒരു കൂവളമാല ഇവിടെ ചാർത്തും. അപ്പോൾ ശിവഭഗവാനെ ഒരു ശിലയിൽ ശിവലിംഗത്തെ രൂപത്തിൽ ഭഗവാനെ ആവാഹിച്ച് പൂജകൾ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി
നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ശിവക്ഷേത്ര ദർശനം എന്ന് പറയുന്നത്. അപ്പം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങളുടെ ജനപുരോഗതിക്ക് വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തതായിട്ട് ഈ ലഗ്നക്കാർ നമ്മൾ ഇത്രയും വിശദമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കൂറുകാരുടെ ഫലം പറയുമ്പോൾ അവരുടെ കാര്യം കേൾക്കാൻ വേണ്ടിയിരിക്കും, മറ്റുള്ളവർക്ക് അത് ബോറടിയായിട്ട് തോന്നും. അപ്പം നിങ്ങൾ അടുത്ത ലഗ്നക്കാർക്ക് ധനു ലഗ്നം ഇവിടെ വരുന്നവർക്ക് നിങ്ങളുടെ ഭാഗ്യാധിപൻ നേരെ സൂര്യനായി. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പം നിങ്ങൾ ചന്ദ്രൻ ഇവിടെ വരിക എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ എണ്ണിക്കൊള്ളുക. നിങ്ങൾക്ക് ചന്ദ്രാനുള്ള ഭാഗ്യാധിപൻ ആരാണെന്നും ലഗ്നാനുള്ള ഭാഗ്യാധിപൻ ആരാണെന്നും മനസ്സിലാക്കിയിട്ട് അതേത് മൂർത്തികൾക്ക് വഴിപാട് നടത്തുക. രണ്ടാമത് ധനാധിപതിയുടെ കാര്യവും പറഞ്ഞുതരാം. 1, 2, 3, 4, 5, 6, 7, 8, 9 ചൊവ്വ. അപ്പം നിങ്ങൾ ഈ ലഗ്നക്കാർക്ക് ഭാഗ്യാധിപതി സൂര്യൻ. ലഗ്നക്കാരാണ്. ധനുലഗ്നക്കാർക്ക് ഭാഗ്യാധിപതി രവി, സൂര്യൻ, ശിവന് വഴിപാട് ചെയ്യുക. അതുപോലെ തന്നെ ചന്ദ്രൻ ഇവിടെ വരുന്നവർക്ക് ഭാഗ്യാധിപതി ചൊവ്വ. അപ്പം ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ചൊവ്വയ്ക്കുള്ള വഴിപാടുകൾ നേരത്തെ പറഞ്ഞു. ഓജരാശിയിലായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത്. ചിങ്ങലഗ്നക്കാർക്ക് അടുത്തതായിട്ട് പറയുന്നു വ്യാഴവും ശിവനും പ്രീതികരമായിട്ടുള്ള വഴിപാട്. വ്യാഴത്തിൻ്റെ സ്തോത്രം ജപിക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങളെന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ ലഗ്നം ഇവിടെയാണല്ലോ വരുന്നത്. അപ്പം ഈ ലഗ്നക്കാർക്ക് ഈ പറയുന്ന പോലെ സൂര്യനെയും വ്യാഴത്തെയും പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കും. അപ്പം ശിവക്ഷേത്ര ദർശനത്തിൽ എന്ത് വഴിപാട്, ഇപ്പം ഒരു വഴിപാട് മാത്രം ഇന്ന ഒരു വഴിപാട് എന്ന് എനിക്കൊരിക്കലും പറയാനൊക്കത്തില്ല. ദേവതകളെ ഭജിക്കുന്നത് പോലും പുണ്യവും ഭാഗ്യവുമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വയാണ് നമ്മുടെ ഭാഗ്യാധിപതി. ഇനി നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ 2ാം ഭാവാധിപതി ശനിയാണ്. ഏത് ലഗ്നക്കാർക്ക്? ധനുലഗ്നക്കാർക്ക്. ചന്ദ്രൻ ആരാണ്? ബുധനായി. അപ്പം ബുധൻ എന്ന് പറയുമ്പം ഇത് യുഗ്മരാശിയാണ്. നേരത്തെ പറഞ്ഞ കണക്ക് സ്ത്രീ രാശി. അപ്പം വിഷ്ണുപത്നി ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയിട്ട് അവിടെ വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. അപ്പോൾ ഈ ലഗ്നക്കാരൻ്റെയും ഫലം പറഞ്ഞു, ഇത് പറഞ്ഞു. അടുത്തതായിട്ട് ഈ ലഗ്നം മകരലഗ്നമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗ്യാധിപൻ നേരെ ബുധനായി. അപ്പം ബുധന് പ്രീതിപ്രകരമായിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലുക, ബുധൻ്റെ സ്തോത്രങ്ങൾ ജപിക്കുക. ഇത് വളരെയധികം ഉത്തമമായിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ ചന്ദ്രൻ നമുക്കിവിടെയാണെന്ന് കരുതുക. 1, 2, 3, 4, 5, 6, 7, 8, 9 ശുക്രനായി നമ്മുടെ നേരെ ഭാഗ്യം. ഇത് ഇവിടെ ചന്ദ്രൻ വരുന്നവർ. അപ്പം നിങ്ങൾ കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? ഉത്രത്തെ മുക്കാലും അത്തവും ചിത്തിരയും കന്നിക്കൂറ് വരുന്നവർക്ക് നിങ്ങൾക്ക് ഒരിക്കലും മാറാത്ത നിങ്ങളുടെ ഭാഗ്യസ്ഥാനം ശുക്രൻ്റെ രാശിയായിട്ടുള്ള ഇടവൻ രാശിയാണ് നിങ്ങളുടെ ഭാഗ്യസ്ഥാനം. ഈ ഭാഗ്യസ്ഥാനത്തേക്ക് പാപഗ്രഹങ്ങളുടെ വരവാണ് നമുക്ക് ധനപരമായിട്ടുള്ളതും ഭാഗ്യപരമായിട്ടുള്ള ദോഷങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇവിടെ ശുഭഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശുക്രന്, അതുപോലെ തന്നെ വ്യാഴം ഏറ്റവും പ്രധാനപ്പെട്ട ശുഭഗ്രഹങ്ങൾ അവരൊക്കെയാണ്. ബാക്കിയുള്ളവർക്കെല്ലാം കുറച്ച് ദോഷങ്ങൾ. ബുധൻ പാപിയോടുകൂടി ചേർന്നാൽ പാപഫലം ചെയ്യുകയും ഒക്കെ ചെയ്യും. അതുപോലെ സൂര്യൻ ജ്യോതിഷപ്രകാരമായിട്ട് ഒരു പാപഗ്രഹമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ശനി പാപഗ്രഹമായിട്ടാണ് പറയുന്നത്. രാഹുകേതുക്കൾ പാപഗ്രഹമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ശുഭഗ്രഹങ്ങളായിട്ട് നമ്മൾ പ്രധാനമായിട്ട് കൂട്ടുന്നത് ശുക്രനെയും വ്യാഴത്തെയുമാണ് നമ്മൾ പ്രധാനമായിട്ട് കൂട്ടുന്നത്. അപ്പോൾ ഈ ലഗ്നക്കാർക്ക് നമുക്ക് ഭാഗ്യാധിപതി ബുധനും ആകുന്നു. അപ്പം നിങ്ങളിവിടെ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒരിക്കലും മാറത്തില്ല. ഉത്രത്തെ മുക്കാലും അത്തം ചിത്തിരയും കന്നിക്കൂറുകാർക്ക് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ശുക്രനാണ്. അപ്പം യുഗ്മരാശിയിൽ നിൽക്കുന്ന ശുക്രന് ലക്ഷ്മി ഭഗവതിക്കുള്ള വഴിപാടുകൾ ചെയ്യുകയും കന്നി ലഗ്നക്കാരായിട്ടുള്ളവർക്ക് മുരുകൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമാണ്. മുരുകന് നാരങ്ങാമാല ചാർത്തുക, അതുപോലെ തന്നെ ഭസ്മാഭിഷേകം നടത്തുക, പളനി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി. പളനി ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീർത്ഥാടനം പോലെ നമ്മളൊക്കെ നടത്തി കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലും അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഉത്തരത്തെ മുക്കാൽ അത്തം ചിത്തിര അരക്കാർക്കും ഭാഗ്യസ്ഥാനം വർദ്ധിക്കും. ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നവർക്ക്. അപ്പോൾ ഒരിക്കലും ഈ ലഗ്നം നമുക്ക് ജാതകപ്രകാരം അറിയാനൊക്കത്തുള്ളൂ. കൂറുകാർക്ക് വേണ്ടി നമുക്ക് ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ഭാഗ്യസ്ഥാനം ശുക്രനാണെന്ന് പറയാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചന്ദ്രൻ ഇവിടെ വരിക. ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ മുക്കാല് തുലാക്കൂറുകാർക്ക് ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ഭാഗ്യാധിപൻ ബുധനാകുന്നു. ഓജം യുഗ്മം ഓജരാശിയിൽ വരുന്ന ബുധൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വഴിപാടുകൾ നടത്തുക. അപ്പം
ചന്ദ്രൻ ഇവിടെ വരുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ഭാഗ്യാധിപൻ ബുധനാകുന്നു. അപ്പോൾ നിങ്ങൾ തുലാക്കൂറുകാരായിട്ടുള്ളവർക്ക് വഴിപാടുകൾ നടത്തേണ്ടത് അയ്യപ്പനും ഗണപതിക്കുമാണ് വഴിപാടുകൾ നടത്തേണ്ടത്. ചന്ദ്രൻ വരുമ്പോഴാണ് ഭാഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വഴിപാടുകൾ ചെയ്ത് പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലഗ്നം, അടുത്ത ലഗ്നം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യാധിപനാരായി 7, 8, 9, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പം ഈ ലഗ്നക്കാർക്ക് എപ്പോഴും ഭാഗ്യാധിപതി ശുക്രനായിരിക്കും. ഓജം, യുഗ്മം, ഓജരാശിയിൽ വരുന്ന ശുക്രന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് തുളസിമാല ചാർത്തുക, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഗണപതി ഹോമം നടത്തുക, വെള്ളിയാഴ്ച ചെയ്യുന്ന വഴിപാടുകളൊക്കെ നമുക്ക് വളരെയധികം ഗുണകരമായിട്ട് വരും എന്നുള്ളതാണ്. ഈ ലഗ്നക്കാരുടെ ഭാഗ്യാധിപൻ ശുക്രനാകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ 2ാം ഭാവാധിപതി വ്യാഴമാണ്. ഇത് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഇല്ലല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ 2ാം ഭാവം വ്യാഴമാണ്. ഈ ക്ഷേത്രം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വഴിപാടുകൾ ഇങ്ങനെ പറയുമ്പോൾ ഈ ഇവിടെയും ബുധൻ തന്നെ വരുമ്പം മാറിയും തിരിഞ്ഞ് അവർക്ക് തന്നെ വഴിപാടുകൾ ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇതാണ് നിങ്ങളുടെ വ്യാഴമാണ് നിങ്ങളുടെ ധനാധിപതി. ഈ ലഗ്നക്കാർക്ക് ഭാഗ്യാധിപതി ആരാണ്? ശുക്രനാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പം ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തതായിട്ട് മീന ലഗ്നം വരുന്നവർക്ക് നിങ്ങളുടെ ഭാഗ്യാധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഇത് എപ്പോഴും നമ്മൾ നോക്കണം. ഓജം യുഗ്മരാശിയാണിത്. ചൊവ്വയുടെ യുഗ്മരാശി സ്ത്രീ, ഇത് പുരുഷരാശി. അപ്പം യുഗ്മരാശിയിൽ നിൽക്കുന്നുണ്ട് മീന ലഗ്നക്കാർ ഉറപ്പായിട്ടും നിങ്ങൾ ഭദ്രകാളി ഭജനം ചെയ്യുക, കുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തുക, ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്ത് വഴിപാട് ചെയ്യുന്നോ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്നതിന് വളരെയധികം ഉത്തമം ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ചന്ദ്രൻ ഇവിടെ വരുന്നവർ, ഇതാരൊക്കെയാണ് ചന്ദ്രൻ വരുന്നത്? ചിത്തിരേരയും ജ്യോതി വിശാഖത്തിൽ മുക്കാലുകാർക്ക് 7, 8, 9. നിങ്ങളുടെ ഭാഗ്യസ്ഥാനം എവിടെ വന്നു? കർക്കിടകം വന്നു. വീണ്ടും നിങ്ങളുടെ ഭാഗ്യസ്ഥാനം 7, 8, 9. അപ്പം ചന്ദ്രൻ എന്ന് പറയുമ്പോഴത്തേക്കിന് വൃശ്ചികക്കൂറുകാർ ഭാഗ്യം വർദ്ധിക്കാൻ ഹനുമാൻ സ്വാമിക്കും ദുർഗാദേവിക്കും വഴിപാടുകൾ ചെയ്യുക. ഹനുമാൻ സ്വാമിക്ക് ക്ഷേത്രങ്ങളിൽ പോയി എന്ത് വഴിപാടാണ് അവിടെ, വെറ്റിലമാല, കുങ്കുമാർച്ചന, വെണ്ണ നിവേദ്യം, വെറ്റിലമാല, ഉഴുന്ന് നിവേദ്യം, അങ്ങനെ എന്ത് വേണോ അത് നടത്തുക. ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ ചന്ദ്രൻ വരുന്നവർക്ക് വളരെയധികം ഉത്തമമായിരിക്കും. ഇവിടെ ലഗ്നം വരുന്നവർ ചെയ്യേണ്ട വഴിപാട് നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ 9ാം ഭാവം നോക്കുമ്പോൾ 7, 8, 9 ഇവിടെ ചൊവ്വയാണ്. ഇവിടെ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മീന ലഗ്നക്കാർക്ക് ഭാഗ്യാധിപൻ ചൊവ്വയാണ്, യുഗ്മരാശിയാണ്. അപ്പം ദേവീക്ഷേത്ര ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലിയുള്ള വഴിപാടുകൾ നടത്തിയാൽ വളരെയധികം ഉത്തമമായിരിക്കും. അപ്പം 12 കൂറുകാരുടെയും ഫലം പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് അടുത്തതായിട്ട് നിങ്ങളുടെ ഭാഗ്യാധിപൻ പറഞ്ഞല്ലോ, വൃശ്ചിക കൂറുകാർക്ക് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി ഹനുമാൻ സ്വാമിക്ക് വഴിപാട് നടത്തുക. അടുത്തതായിട്ട് ചന്ദ്രൻ ഇവിടെ വരുന്നവർക്ക്, ഇവിടെ വരുന്ന ആരൊക്കെയാണ്? മൂലം, പൂരാട്, ഉത്രാടത്തിക്കാലുകാർക്ക് നിങ്ങൾക്ക് രവിയാണ് നിങ്ങളുടെ ഭാഗ്യാധിപൻ. രവി എന്ന് വെച്ചാൽ സൂര്യൻ. ചിങ്ങൻ രാശിയാണ് നിങ്ങളുടെ ഭാഗ്യസ്ഥാനം. ഒരിക്കലും മാറത്തില്ല ഈ നക്ഷത്രക്കാർക്ക്, മൂലം, പൂരാട്, ഉത്രാടത്തിൽ കാലുകാർക്ക്. അപ്പം നിങ്ങൾ ധനുക്കൂറുകാരായിട്ടുള്ളവർ ചെയ്യേണ്ടത് ദക്ഷിണാമൂർത്തിക്ക് വഴിപാടുകൾ ചെയ്യുക, ശനീശ്വര വഴിപാടുകൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ഭാഗ്യം വർദ്ധിക്കാൻ ഏറ്റവും നല്ലത്. ദക്ഷിണാമൂർത്തി സ്വാമി ക്ഷേത്രം, ദക്ഷിണാമൂർത്തി മന്ത്രാർച്ചന ശിവക്ഷേത്രത്തിൽ നടത്തുക. അതുപോലെ തന്നെ ശനീശ്വരന് വഴിപാടുകൾ നടത്തുക. ശനീശ്വര സ്തോത്രങ്ങൾ ജപിക്കുകയും ശനി മന്ത്രങ്ങൾ ചൊല്ലുകയും നീരാഞ്ജനം പോലുള്ള വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ ശനി അല്ലെങ്കിൽ പോലും ഇവിടെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഇവിടെ ചന്ദ്രൻ വരുന്നവർക്ക് ഭാഗ്യാധിപൻ ചിങ്ങഭാവമാണ്, ചിങ്ങമാണ്. ഇവിടെ രവിയാണ്, സൂര്യൻ്റെ വീടാണ്. ഈ വഴിപാടുകൾ നടത്തിയാൽ നമ്മുടെ ഭാഗ്യം വർദ്ധിക്കും. അടുത്തതായിട്ട് മേടം ലഗ്നം വരുന്നവർക്ക് ഭാഗ്യസ്ഥാനം നേരെ വ്യാഴം വന്നു. കാരണം 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ നേരത്തെ നമ്മൾ ലഗ്നത്തെ കൊണ്ട് പറഞ്ഞു. അപ്പോൾ അടുത്ത ചന്ദ്രൻ്റെ ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രന് നിങ്ങൾക്ക് ഈ 9ാം ഭാവമാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യസ്ഥാനം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇത് എഴുതി വെക്കുക. മേടക്കൂറുകാരായിട്ടുള്ളവർക്ക് അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് ഭാഗ്യസംഖ്യ 1, 2, 9 ആയിരിക്കും. മേടക്കൂറുകാർക്ക് 1, 2, 9, 129 അല്ല, 1, 2, 9. അടുത്തതായിട്ട് ഇടവക്കൂറുകാരായിട്ടുള്ളവർക്ക് 5, 6, 9 ഭാഗ്യസംഖ്യ.
അടുത്തതായിട്ട് മിഥുന കൂറുകാർക്കായിട്ടുള്ളവർക്ക് 1, 5, 6. ഇതിൻ്റെ ഒരു കാര്യം ഈ വീഡിയോ തീരാറാകുമ്പോഴത്തേക്കിന് ഇപ്പം തന്നെ പറഞ്ഞു തരാം. കർക്കിടക കൂറുകാർക്ക് 1, 2, 5. ചിങ്ങക്കൂറുകാർക്ക് 1, 2, 3. ചിങ്ങം, ഈ ചിങ്ങക്കൂറുകാർക്ക്. കന്നിക്കൂറുകാർക്ക് പറയുന്നത് 3, 5, 6. അടുത്തതായിട്ട് തുലാക്കൂറുകാർക്ക് പറയുന്നത് 3, 5, 6 തന്നെ. കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. വൃശ്ചികം 1, 3, 9. ധനുവിനും 1, 3, 9 തന്നെ. ധനുവിൽ വരുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കൂറ് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി അത് പറയുന്നില്ല. അടുത്തതായിട്ട് മകരക്കൂറുകാർക്ക് 3, 5, 6 ഭാഗ്യസംഖ്യ. അടുത്തതായിട്ട് കുംഭക്കൂറുകാർക്ക് 3, 5, 6, 8 കൂടെ ഉണ്ട്. മീനക്കൂറുകാർക്ക് 1, 2, 9. 129 എന്ന് പറയുമ്പോൾ 1, 2, 9. ഈ സംഖ്യ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും. എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ ഈ അക്ഷരം എഴുതി നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലോ വെക്കുക. ഇത് വിശ്വാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവത്തിലൂടെ എനിക്ക് ഗുണമായിട്ട് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, എല്ലാ ദിവസവും നിങ്ങളുടെ വലത് കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് വലത് കൈയിലേക്ക് നമ്മളിങ്ങനെ എഴുതുക. അപ്പം 1, 2, 9 ആണെങ്കിൽ എഴുതാൻ എളുപ്പമാണ്. 1, 2, 9 എഴുതി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇത് എഴുതാൻ പറ്റുന്നെങ്കിൽ രാത്രി എഴുതുക. യാതൊരു നഷ്ടവുമില്ല, ആരോടും പറയേണ്ട കാര്യമില്ല. വിശ്വാസമാണെങ്കിൽ വിശ്വാസം, നല്ലതാണെങ്കിൽ നല്ലത്. അടുത്തൊരു കാര്യം, നിങ്ങളൊരു വാഹനം എടുക്കുകയാണ്. അതിൻ്റെ ഒരു വാഹനത്തിൽ ഇതിലേതെങ്കിലും ഒരു സംഖ്യ, എല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ സംഖ്യ വരുന്നൊരു വലിയ പാടായിരിക്കും. ഇതിലേതെങ്കിലും ഒരു സംഖ്യ, നിങ്ങൾ മകം പോരും ഉത്തരത്തിക്കാലുകാർക്കാണെങ്കിൽ 1, 2, 3 വരുന്ന ഒരു സംഖ്യയുള്ള വാഹനമാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നോക്ക്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമില്ലെന്നുള്ളതല്ല, പക്ഷേ ഇത് വന്നാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കുകയാണ്, 1-ാം തീയതിയോ 2-ാം തീയതിയോ 3-ാം തീയതി വരുന്ന പോലെ എടുക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ 2 എന്ന് പറഞ്ഞൊരു തീയതി വരുന്നു, 20-ാം തീയതി വന്നതിന് എന്തായി? 2 ആയി. 11-ാം തീയതി വന്നാൽ എത്രയായി? 1, 1, 2 ആയി. അതിനകത്ത് അല്ലാതെ തന്നെ 1 ഉണ്ട് താനും. ഇപ്പം 3. അപ്പം ഇങ്ങനെ കണക്ക് കൂട്ടി നിങ്ങളുടെ വാഹനങ്ങളോ ഗൃഹങ്ങളോ ഗൃഹം വെക്കുന്നതിൻ്റെ തീയതിയോ ഗൃഹം വാങ്ങാൻ പോകുന്ന തീയതികളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യപരീക്ഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സംഖ്യ ഒരുപാട് ഉപകാരപ്പെടുമെന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുകൂടാതെ നമ്മളിവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഗ്രന്ഥത്തിൽ തന്നെ കാണുന്നതാണ്. ശനി ഭാഗ്യാധിപനായിട്ട് ആർക്ക് വരുന്നോ അവർ പ്രധാനമായിട്ട്, നിങ്ങളിപ്പോൾ നമ്മൾ ഈ ലഗ്നക്കാർക്ക് ശനിയാണല്ലോ ഭാഗ്യാധിപൻ. 1, 2, 3, 4, 5, 6, 7, 8, 9. ചന്ദ്രൻ ഇവിടെ വരുന്നവർക്കും ഭാഗ്യാധിപൻ ഇത് തന്നെയായിരിക്കും. ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ഗ്രാം ഒരു പിടി എള്ള് വെള്ള തുണിയിലെടുത്ത് വെച്ചിട്ട് ഇത് തലയണ കീഴിൽ വെച്ച് കിടന്ന് ഉറങ്ങിയതിന് ശേഷം നല്ലെണ്ണയും ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ശനീശ്വരനെ പ്രാർത്ഥിച്ച് ചോറ് കാക്കയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുമെന്ന് ഇവിടെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നൊരു നല്ല ഗ്രന്ഥമാണ്. അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഭാഗ്യസ്ഥാനത്ത്, നിങ്ങൾ കണക്ക് കൂട്ടിയ ഭാഗ്യസ്ഥാനത്ത് എവിടെയെങ്കിലും രാഹുകേതുക്കൾ വന്നു കഴിഞ്ഞാൽ വഴിപാടുകൾ ചെയ്താൽ മാത്രമേ ആ ഭാഗ്യം വർദ്ധിക്കത്തുള്ളൂ. മറ്റേ ആളിനൊക്കെ വഴിപാട് ചെയ്താലും രാഹുകേതുക്കളുടെ സ്ഥാനം കൂടെ അവരുടെ കൂടെ ഉണ്ടെന്ന വരിയിൽ നിങ്ങൾ രാഹുവാണ് നിൽക്കുന്നതെങ്കിൽ നാരങ്ങ കൊണ്ട് വിളക്ക് കത്തിക്കുക. നിങ്ങൾ കിടക്കുന്ന റൂമിലോ നിങ്ങളുടെ ഗൃഹത്തിലോ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ തോട് തിരിച്ച് വെച്ചിട്ട് അതിനകത്ത് എള്ളെണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ പറയുന്നുണ്ട്. സുബ്രഹ്മണ്യന് പാലഭിഷേകം, നെയ്വിളക്ക്, ഗണപതിക്ക് നെയ്വിളക്ക്, കർഗമാല, ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാട്. രാഹുകേതുക്കൾ പാപഗ്രഹങ്ങൾ നിങ്ങളുടെ ഭാഗ്യാധിപനുമായിട്ടോ ഭാഗ്യസ്ഥാനത്തോ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വഴിപാടുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ഓരോ രാശിക്കാരും അവരവരുടെ ഭാഗ്യാധിപൻ അഥവാ തെറ്റിപ്പോയി ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നാക്കവിഴ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം തുലാൻ രാശി എന്നുള്ളത് ഒന്ന് കൈമാറിപ്പോയതിന് ഒരുപാട് മെസ്സേജുകൾ വന്നു. അപ്പം നിങ്ങൾ കണക്കൂട്ടാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ലഗ്നം ഇതാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഭാഗ്യാധിപൻ. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഭാഗ്യാധിപൻ. അപ്പം ലഗ്നാലും ചന്ദ്രാലും ഭാഗ്യാധിപൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള വഴിപാട് ചെയ്താൽ മതി. ഇതാണ് രത്നച്ചുരുക്കം. മീനക്കൂറുകാർക്കൊന്നും അറിയാനില്ല, നിങ്ങളുടെ ഭാഗ്യാധിപൻ ചൊവ്വയാണ്, ലഗ്നാധിപനും ചന്ദ്രനായാലും. ഇപ്പം ലഗ്നം ഇവിടെ വരുന്നവർക്ക് നിങ്ങളുടെ ഭാഗ്യാധിപൻ ശനിയാകുന്നു 9. ഇവിടെ ലഗ്നം വരുന്നവർക്ക് വ്യാഴമാണ്. ചിങ്ങക്കാർക്കാരായി ചൊവ്വയായി, ഇവർക്കാരായി ശുക്രനായി, തുലാക്കൂറുകാർക്കാരായി ബുധനായി. ചന്ദ്രൻ വന്നാലും നിങ്ങൾ അവിടുന്ന് 9 എണ്ണുക,
തിരിച്ച് 9 എണ്ണുക. ധനാധിപൻ 2ാം ഭാവം എണ്ണുക. അപ്പോൾ വീടുകൾ എഴുതിയിട്ടുണ്ട് ചൊവ്വ ശുക്രൻ ബുധൻ. ചൊവ്വ ശുക്രൻ ബുധൻ താഴെ ഒരുപോലെ വരും. ഇത് സൂര്യൻ്റെയും ചന്ദ്രൻ, ഇത് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും വീട്, ഇത് ശനിയുടെ വീട്, ഇത് രണ്ടും വ്യാഴത്തിൻ്റെ. അപ്പോൾ എത്ര എളുപ്പം നിങ്ങളുടെ ഭാഗ്യാധിപൻ ആരാണെന്ന് കണ്ടെത്തി ആ ഗ്രഹത്തിന് നിങ്ങൾ ഈ പറയുന്ന വഴിപാട്, അതുപോലെ തന്നെ നവഗ്രഹ സ്തോത്രത്തിൽ നിങ്ങൾ ആ ഗ്രഹത്തെ നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ ഭാഗ്യഗ്രഹം ഇന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാനൊരു മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾ കണ്ടെത്തി, കാരണം ഇത്രയും നമ്മൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലായില്ലെന്ന് വരിൽ എനിക്ക് അതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകും. കാരണം നിങ്ങളുടെ ഭാഗ്യാധിപൻ ആദിത്യനാണെന്ന് കരുതുക. എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗ്യാധിപൻ ആദിത്യനായിട്ട് വരുന്നത്? നിങ്ങൾ ധനുക്കൂറുകാരോ ധനു ലഗ്നക്കാരോ ആണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യാധിപൻ സൂര്യനാണ്, യാതൊരു സംശയവും ഇല്ല. ഓം ജപാകുസുമ സംഘാശം കാശ്യപേയം മഹാദുരിൻ തമോരിം സർവപാപജ്ഞം പ്രണതോസ്മിൻ ദിവാകരം എന്ന് പറയുന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായി. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ആരാണ്? ഇങ്ങനെ വരുമ്പോഴേ തിരിഞ്ഞു വരുമ്പോഴേ നമുക്ക് ഭാഗ്യാധിപൻ അടുത്ത ചന്ദ്രനാവുന്നുള്ളൂ. അടുത്തതായിട്ട് നിങ്ങൾ വൃശ്ചികക്കൂറുകാരോ വൃശ്ചിക ലഗ്നക്കാരോ ആവുന്നെങ്കിൽ നിങ്ങളുടെ ചന്ദ്രനാകുന്നു നിങ്ങളുടെ ഭാഗ്യാധിപൻ. 1, 7, 8, 9. അപ്പം രതിശങ്ക തുഷാരാപം ക്ഷീരോധാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം, ഈ മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത്. അടുത്തതായിട്ട് നിങ്ങളുടെ ഭാഗ്യാധിപൻ ചൊവ്വയായിട്ട് വരുന്നവർ, ഈ ലഗ്നക്കാരാണ് ചൊവ്വയായിട്ട് വരുന്നത്. ഇത് ചിങ്ങലഗ്നക്കാർക്ക് ചൊവ്വ 1, 2, 3, 4, 5, 6, 7, 8, 9. ഓം ധരണീഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ഇതാണ് നിങ്ങളുടെ ചൊവ്വയുടെ മന്ത്രം. ആ മന്ത്രം ജപിക്കുന്നത്. അടുത്തത് ബുധൻ ഭാഗ്യാധിപനായിട്ട് വരുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ബുധൻ ഭാഗ്യാധിപനായിട്ട് വരുന്നത് തുലാക്കൂറുകാരാണ് ബുധൻ വരുന്നത്. അപ്പം നമ്മൾ ചൊവ്വയുടെ നമ്മൾ പറഞ്ഞു ധരണീഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. അടുത്ത ബുധൻ വരുമ്പോൾ ഓം പ്രിയങ്കു കരികാശ്യാമം രൂപേണ പ്രതിമ ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തമ്പുധം പ്രണമാമ്യഹം. അടുത്തത് വ്യാഴം ഭാഗ്യാധിപനായിട്ട് വരുന്ന ആരായിരിക്കും? നമ്മൾ എണ്ണിക്കൊള്ളുക, മേടക്കൂറുകാർ. ഓം ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരുങ്കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തന്നമാമി ബൃഹസ്പതി. ഈ മന്ത്രമാണ് നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ? 38 തവണ എന്നാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. 38, 108 ചൊല്ലുക, 11 ചൊല്ലുക, ഇഷ്ടമുള്ള ചൊല്ലുക. അപ്പം വ്യാഴത്തിൻ്റെ ആയി. ശുക്രൻ്റെ, നമുക്ക് ശുക്രൻ ഭാഗ്യാധിപനായിട്ട് വരുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. വരത്തില്ല, ഇവർ വരും. കുംഭക്കൂറുകാർ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇപ്പോൾ കുംഭക്കൂറുകാരോ ലഗ്നക്കാർക്കോ ശുക്രനാണ് ഭാഗ്യാധിപൻ. ഓം ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം വരം ഗുരും സർവശാസ്ത്ര പ്രവർത്തനം ഭാർഗവം പ്രണമാമ്യഹം എന്ന് പറയും. അടുത്തായിട്ട് ശനി ഭാഗ്യാധിപനായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ കണക്കൂട്ടിയായിരുന്നു ഇവരാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓം നിരാഞ്ജന സമാഭാസം ദേവപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ബൃഹസ്പതി. അപ്പം രാഹുകേതുക്കൾ ഇവരുടെ കൂടെ നിപ്പുള്ളവർ ഓം അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദ്ദനം സിംഹാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. കേതു നിൽക്കുന്നവർ ഓം ബലാസ പുഷ്പ സംഘാസം താരകാഗ്രഹ മസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഈ ഒന്നുകൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മേടക്കൂറുകാരായിട്ടുള്ളവരോ മേടൻ ലഗ്നക്കാരായിട്ടുള്ളവരോ സൂര്യനും ദുർഗാദേവിക്കും വഴിപാടുകൾ ചെയ്യുക. സൂര്യൻ, ദുർഗ. അടുത്തായിട്ട് ഇടവക്കൂറുകാർക്ക് ദുർഗയ്ക്കും ഹനുമാനും. ഇടവക്കൂറുകാരോ ലഗ്നക്കാരോ. അപ്പോൾ ഇടവക്കൂറുകാരൊക്കെയാ നക്ഷത്രം വീണ്ടും പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. മിഥുനക്കൂറുകാരായിട്ടുള്ളവരോ ലഗ്നക്കാരോ ഹനുമാൻ, ശിവൻ. നേരത്തെ പറഞ്ഞ വഴിപാട് കൂടാതെ നമുക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ കൂടെ ചെയ്യാമെന്നുള്ളതാണേ പറയുന്നത്. നേരത്തെ നമ്മൾ മാറി പറഞ്ഞെന്ന് പറയരുത്. അതായത് കർക്കിടക്കൂറുകാർക്ക് അയ്യപ്പനും മഹാലക്ഷ്മിക്കും വഴിപാടുകൾ ചെയ്താൽ ഭാഗ്യം വർദ്ധിക്കും എന്ന് പറയുന്നു. ചിങ്ങക്കൂറുകാർ ലഗ്നക്കാർ ആര് വേണേലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറയുന്നത് ചിങ്ങക്കൂറുകാർക്ക് വ്യാഴത്തിന്, വിഷ്ണുവിന്, വ്യാഴത്തിൻ്റെ സ്തോത്രം, ശിവന് വഴിപാട് ചെയ്താൽ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ എഴുതിയിട്ടുണ്ട് 1, 2, 3. കന്നിക്കൂറുകാർക്ക് മുരുകനും, കന്നിക്കൂറോ കന്നി ലഗ്നക്കാർക്കോ മുരുകനും വിഷ്ണുവിനും വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യവർദ്ധനം ഉണ്ടാകുമെന്നും നിങ്ങളുടെ ഭാഗ്യസംഖ്യ 3, 5, 6 ആണെന്നും പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ ഭാഗ്യ ശുക്രനാണേ, അത് മാറിപ്പോകരുത്. അടുത്തതായിട്ട് തുലാ കൂറുകാരോ ലഗ്നക്കാരോ അയ്യപ്പനും ഗണപതിക്കും വഴിപാട് ചെയ്താലും ഭാഗ്യവർദ്ധനം ഉണ്ടാകും. അടുത്തതായിട്ട് നമ്മൾ ഇത്
വൃശ്ചികക്കാരോ വൃശ്ചിക ലഗ്നക്കാരോ ആയിക്കോട്ടെ, ദുർഗയും ഹനുമാനുമാണ് ഏറ്റവും വലിയ ഭാഗ്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അടുത്തായിട്ട് ധനു ലഗ്നക്കാരോ ആയിക്കോട്ടെ, നിങ്ങൾ ദക്ഷിണാമൂർത്തിക്കും ശനീശ്വരനും വഴിപാട് ചെയ്യണമെന്നും, നിങ്ങൾ അടുത്തത് മകര ലഗ്നമോ മകര കൂറോ ആയിക്കോട്ടെ, നിങ്ങൾ പാർവതീ ദേവിക്കും മുരുകനും വഴിപാട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, പാർവതീ ദേവിയുടെ അമ്പലം എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയാൽ മതി. അവിടെ ചെന്നിട്ട് സ്വയംവര മന്ത്രാശം നടത്തിയാൽ, അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞാണല്ലോ എന്ന് വിചാരിക്കരുത്. സ്വയംവര പാർവതി മന്ത്രമാണ്. അത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയിട്ടും നടത്താവുന്നൊരു മന്ത്രമാണ്. അല്ലെങ്കിൽ പാർവതി ദേവിക്ക് പുറവിളക്ക് കത്തിക്കുന്നതും എന്ത് വഴിപാട്, ശിവൻ എന്ത് വഴിപാട് ചെയ്താലും അത് പാർവതിക്കൂടെ കിട്ടും. മകരം. അടുത്തായിട്ട് കുംഭം. ലഗ്നക്കാരോ കൂറുകാരോ ആയിക്കോട്ടെ, നിങ്ങൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിയാണ്. അതുപോലെ തന്നെ ഏത് ദേവിക്കും എന്നും പറയാം. ഏത് ദേവീക്ഷേത്രത്തിലും വഴിപാട് നടത്തിയാലും ശിവക്ഷേത്രത്തിൽ നടത്തിയാലും ഏറ്റവും ഉത്തരം. മീനക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ മീനക്കൂറുകാരനാണ്. അപ്പം മീനക്കൂറുകാരനായതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യദേവതൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ഷേത്രത്തിലൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു വലിയ ഹനുമാൻ ഭക്തനാണ്. അപ്പം ഹനുമാൻ സ്വാമിയെ ഭജിച്ചു കഴിഞ്ഞാൽ, എന്നെ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരുന്നു, ഹനുമാൻ സ്വാമിക്ക് വഴിപാട് നടത്തിയാൽ നിങ്ങൾ സർവഭാഗ്യമുള്ളവരായി മാറും. എഴുതി വെച്ചു. മീനക്കൂറുകാർ ഹനുമാൻ സ്വാമിയുള്ള അമ്പലത്തിൽ പോകണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, ഇപ്പം എൻ്റെ അമ്പലത്തിൽ ഹനുമാൻ സ്വാമിയുണ്ട്. ഞാൻ പൂജിക്കാൻ പോകുന്ന അമ്പലത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന അമ്പലത്തിൽ ഹനുമാൻ സ്വാമിയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ മാറാത്ത അതുകൊണ്ടാണ്. അപ്പം ഹനുമാൻ സ്വാമിക്ക് അമ്പലത്തിൽ നിങ്ങൾ തപ്പിപ്പോണമെന്നില്ല. ഓം ശ്രീ ആഞ്ജനേയായ വിദ്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമാൻ പ്രചോദയാത്. അമ്പലമില്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്തില്ല, പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ മന്ത്രം ജപിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു ആഞ്ജനേയൻ്റെ പടം മേടിച്ചിട്ട് നിങ്ങളുടെ പേഴ്സിൽ വെക്കുക. ചെറിയ പടം കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറാക്കിയിട്ട്, ഇന്ന് ഫോണുണ്ടല്ലോ, ഏറ്റവും വലിയ സാധനം ഫോണാണല്ലോ. ഇന്ന് സർവ്വ ആളുകൾക്കും ഭാര്യ വരെ ഫോണാണല്ലോ. അപ്പം ആ കാര്യത്തിലൂടെ പോകുന്നില്ല. അപ്പം നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രൊഫൈൽ പിക്ചർ ഫോണിലാക്കി ഇടുക. അല്ലെങ്കിൽ എന്ത് വേണോ നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉത്തമമായിരിക്കും. ഇപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഏതെങ്കിലും കാര്യങ്ങളിൽ നാക്കുപിഴ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് അങ്ങനെ പറയരുത്. നിങ്ങൾ അഥവാ ലഗ്നമോ ചന്ദ്രനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെന്ന് വരിയിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി. ചന്ദ്രൻ നിൽക്കുന്നിടത്ത് 9, 2-ാം ഭാവം ധനം, 9-ാം ഭാവം ഭാഗ്യം. യാതൊരു സംശയവും വേണ്ട. നന്ദി, നമസ്കാരം.